പ്രവർത്തിച്ചു എന്നുള്ളത് തന്നെയാണ്. അവർ കൃത്യമായി കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള നടപടികൾ സ്വീകരിച്ചു പോകുന്നു. അത് നമ്മുടെ അന്വേഷണം ഇനിയും അതിൻ്റെ വഴിക്ക് മുന്നേറട്ടെ എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ കാഴ്ചപ്പാട്. ഇത് പൊതുവെ ജനസമൂഹം നല്ല രീതിയിലാണ് വിലയിരുത്തിയിട്ടുള്ളത്. ഇപ്പോൾ സാധാരണഗതിയിൽ ഇത് ഏറ്റവും കൂടുതൽ പത്തനംതിട്ടയിൽ ആണല്ലോ ബാധിക്കേണ്ടത്. അതിൽ പന്തളം നമുക്കെല്ലാവർക്കും അറിയാവുന്ന പ്രദേശമാണല്ലോ. ശബരിമലയുമായും ബന്ധപ്പെട്ട ഒരു സ്ഥലപ്പേരാണല്ലോ പന്തളം. ആ പന്തളത്തെ നഗരസഭ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നേരത്തെ BJPയുടെ കയ്യിലായിരുന്നു. ഇത്തവണ BJPക്ക് ഇത് നഷ്ടപ്പെട്ടു. ഈ ശബരിമലയുടെ പ്രത്യേക എന്തെങ്കിലും LDFനെതിരായ സ്വാധീനം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പന്തളത്ത് BJPയുടെ നില ഗണ്യമായി കുതിച്ചുയരേണ്ടതായിരുന്നില്ലേ? അതുണ്ടായില്ല. അത് LDFന് തന്നെയാണല്ലോ അനുകൂലമായിട്ട് വന്നത്. LDF ആണല്ലോ അവിടെ BJPയെ പരാജയപ്പെടുത്തി അധികാരത്തിലിരിക്കുന്ന അവസ്ഥ ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇനി മറ്റൊരു പ്രദേശം എടുത്താൽ കൊടുങ്ങല്ലൂർ അവിടുത്തെ തദ്ദേശ ഭരണ സ്ഥാപനം, ആ നഗരസഭ നല്ല രീതിയിൽ BJP ജയത്തിനടുത്തെത്തി നിൽക്കുകയായിരുന്നു കഴിഞ്ഞ തവണ. ഒരു സീറ്റിന്റെ വ്യത്യാസമായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അത്രയും ജയത്തിന്റെ അടുത്തെത്തി നിൽക്കുക. ഇത്തവണ അവരാ തദ്ദേശ ഭരണ സ്ഥാപനം കൈപ്പിടിയിലെടുക്കും എന്നായിരുന്നു അവർ സ്വീകരിച്ച നില. പക്ഷേ കൈപ്പിടിയിൽ കിട്ടിയില്ലല്ലോ. LDF നല്ല നിലക്ക് മുന്നേറിയല്ലോ. അതല്ലേ സാധാരണഗതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന പ്രത്യേക പ്രശ്നം വല്ലാതെ LDFനെ ബാധിച്ചു എന്ന് കാണാൻ നമുക്ക് കഴിയില്ല. അതാണ് കാണേണ്ടത്. മറ്റൊട്ടേറെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ BJPയുടെ കയ്യിലുണ്ടായിരുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഇപ്പോൾ LDF ആണ് അവിടെ ഭരിക്കുന്നത്. LDFനാണ് ഭൂരിപക്ഷം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ള പൊതുവായ സ്ഥിതി ഇതാണെന്ന് കാണണം. എന്നാൽ പ്രധാന പ്രതിപക്ഷമായി കോൺഗ്രസ് നിന്ന ഒരു തദ്ദേശ ഭരണ സ്ഥാപനം, അതാണ് പാലക്കാട്. BJP ആയിരുന്നു നേരത്തെ അവിടെ, കോൺഗ്രസ് ആണ് പ്രധാന പ്രതിപക്ഷം. അവിടെ ഇത്തവണയും BJPക്ക് തന്നെ ജയിച്ചു വരാൻ കഴിഞ്ഞിരിക്കും. കോൺഗ്രസിന് അവിടെ ഈ പൊതു അന്തരീക്ഷം ഉണ്ടായിട്ടും മുന്നേറാൻ പറ്റിയിട്ടില്ല.